നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കയറാവുന്നതാണ്. ഫോളോ ചെയ്യുക. അപ്പോൾ 2-3 ദിവസം ഇപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് വായനകൾ ചെയ്യാൻ സാധിക്കുന്നില്ല. തൊണ്ട കുറച്ച് പ്രശ്നത്തിലായതുകൊണ്ട് തന്നെ വോയിസ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാലും പറ്റുന്നത് പോലെ പേഴ്സണൽ റീഡിംഗ് എടുത്തു കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ റീഡിംഗ് ലഭിക്കാത്തവരും ദയവായി ഒന്ന് കാത്തിരിക്കേണ്ടതാണ്. അതാണപ്പോൾ യൂട്യൂബിൽ നമുക്ക് വായനകൾ ദിവസവും മുടങ്ങാതെ സാധിക്കാത്തത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതുമായിട്ടൊന്ന് മനസ്സിലാക്കാൻ സഹകരിക്കുക, ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. എന്തിന് നിങ്ങളുമായി പിരിയേണ്ടി വന്നു എന്നുള്ള ചോദ്യം ഈ വ്യക്തിയെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് വളരെയധികം അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അകന്നു നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് മുന്നിൽ എത്തിപ്പെടാനാകാത്ത വിധത്തിൽ ഈ വ്യക്തിയെ തളച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് മാനസിക വിഷമങ്ങളാണ് നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ വ്യക്തി നടക്കുന്നത്. യാതൊരു കാരണവശാലും നമുക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ് സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ സന്തോഷവതിയായിട്ട് നടക്കുന്ന ഒരു ഊർജമല്ല ഈ വ്യക്തിയിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്നത്. തീർത്തും എങ്ങനെ മുന്നോട്ട് പോയാലാണ് നന്നായി ജീവിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഏത് തരത്തിലേക്ക് നിങ്ങളിലേക്ക് വന്നാലാണ് നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ള ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ദിനം പ്രതി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ആ ഒരു വേർപിരിയൽ അല്ലെങ്കിൽ ആ പിരിയേണ്ടി വന്നതിനുള്ള ആ ഒരു സാഹചര്യങ്ങളെയാണ് ഈ വ്യക്തി തീർച്ചയായിട്ടും പഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ വേർപിരിയേണ്ടി വന്നല്ലോ, വേർപിരിയാനുള്ള തക്കതായ കാരണം എന്താണ്, അല്ലെങ്കിൽ അത് പിന്നീട് പരിഹരിക്കപ്പെടാൻ പറ്റുമോ, പരിഹരിച്ചെടുക്കാൻ സാധിക്കുമോ, നിങ്ങൾക്കും എനിക്കുമിടയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ആ ഒരു കർമ്മങ്ങളുടെ ഫലമായി ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥ ഈ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഉറപ്പായിട്ടും ആ ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിനെ അറുത്തുമുറിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അവസരവും ഈ വ്യക്തിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ആ ഒരു മൂന്നാമത് വന്നിരിക്കുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് അവരുടെ കൂടെ നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ ആ മൂന്നാമതൊരു വ്യക്തി എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട മറ്റാരെങ്കിലും ആയിരിക്കാം. അപ്പോൾ ആ മൂന്നാമത് വന്നിരിക്കുന്ന ആ വ്യക്തി നിങ്ങളുമായിട്ട് അത്രയും നല്ല ഒരു സ്നേഹബന്ധത്തിലല്ല എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോയേ പറ്റൂ, അല്ലെങ്കിൽ അതാണ് ഇപ്പോഴത്തെ ഈ വ്യക്തിയുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരം ഒരു ഗതികേട് ഈ വ്യക്തിക്ക് വന്നതിനും ഈ വ്യക്തി നല്ല രീതിയിൽ പശ്ചാത്തപിക്കുന്നുണ്ട്, നിരാശപ്പെടുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ഈ ഒരു സാഹചര്യം ഇങ്ങനെയായിപ്പോയി, അല്ലെങ്കിൽ ഇങ്ങനെ വന്നു പെട്ടുപോയി, കഷ്ടകാലം തുടങ്ങി, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യത്തിൽ ഇങ്ങനെ ആയിപ്പോയി, ഞാനിനി എന്ത് ചെയ്യാനാണ്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു നിസ്സഹായ അവസ്ഥയാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്. നിങ്ങളോട് പലതവണയും നേരിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ക്ഷമ ചോദിക്കാനും, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നും എപ്പോഴെങ്കിലും ഞാൻ തിരിച്ചു വരുമെന്നും ഒക്കെ പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു സാഹചര്യം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്.
ഈ വ്യക്തി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം വീടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലമായിരിക്കാം. അവിടെയും യാതൊരു തരത്തിലുള്ള സ്വസ്ഥതയും സമാധാനവും ലഭിക്കാത്ത തക്കവണ്ണം പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇവിടെ മറ്റു പലവരും നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മാതൃകയാക്കുകയും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഭാര്യയും ഭർത്താവും വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം കമിതാക്കളാവേണ്ടത് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ നിങ്ങളെ പുകഴ്ത്തുകയും, അല്ലെങ്കിൽ നിങ്ങളെ മാതൃകയാക്കുകയും, മറ്റുള്ളവർക്ക് നിങ്ങളെ ഒരു മാതൃകയാക്കി പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ദൃഷ്ടി പതിയൽ, അല്ലെങ്കിൽ ആ ഒരു കമ്പയർ, കണ്ണേർ, ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കാലചക്രം അനുകൂലമായി വരാൻ കുറച്ചധികം നാളുകൾ നിങ്ങൾ അത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർവാധികം ശക്തിയോട് കൂടി മടങ്ങി വരുന്നതായിരിക്കും. കാരണം ആ ഒരു വാശിയും വീറും ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഒരു വാശിയോട് കൂടിയുള്ള സ്നേഹം തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. കാരണം പലവരും, അതായത് നിങ്ങൾ ഈ ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ ഈ ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം നട്ടുപിടിപ്പിച്ച്, അത്രയും ശ്രദ്ധയോടുകൂടി നട്ടുപിടിപ്പിച്ച് വെള്ളമൊഴിച്ച് പരിപാലിച്ച് അങ്ങനെ വളർത്തിയെടുത്ത ഒരു ബന്ധമാണ് നിങ്ങൾ രണ്ടുപേരുടേതും. പക്ഷെ അത് വേരോട് പിഴുതെടുക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതൊരിക്കലും ഈ വ്യക്തി അതിൽ ആദ്യമൊക്കെ പതറിപ്പോയെങ്കിൽ പോലും, അല്ലെങ്കിൽ വഴിമാറി ചിന്തിച്ചു പോയെങ്കിൽ പോലും, ഇനി ഒരിക്കലും നിങ്ങളുമായിട്ട് കൂടിച്ചേരുവാൻ സാധിക്കില്ല എന്നിങ്ങനെയുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നെങ്കിൽ പോലും, ഇപ്പോൾ അതിനെല്ലാം മറികടക്കാനുള്ള ആർജവം ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നു. അപ്പൊ തീർത്തും ഈ വ്യക്തിയെ അത്രയും അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാനോ അടിച്ചു താഴ്ത്താനോ സാധിക്കില്ല. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടേതായിട്ടുള്ള പദ്ധതികളുണ്ട്. നിങ്ങളാണെങ്കിൽ ഒരുപക്ഷെ വളരെ പോസിറ്റീവായിട്ടും, അല്ലെങ്കിൽ ഇതിലേക്കൊന്നും കൈകടത്താതെ നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് എന്തു വന്നാലും അത് നല്ല കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾ ഒരുപക്ഷെ ടാരറ്റ് വായനകൾ കാണുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണത, അല്ലെങ്കിൽ അത്രയും മോശപ്പെട്ട സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപെട്ടിട്ടുണ്ടാകാം. പക്ഷെ അതിനെയെല്ലാം മറികടക്കാനുള്ള എന്തോ ഒരു പോസിറ്റീവായ കരുത്ത്, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു മരുന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ഏതു മുറിവിനെയും ഉണക്കാൻ സാധിക്കുന്ന ഒരു മരുന്ന് നിങ്ങളുടെ കയ്യിൽ ലഭിച്ചതായിട്ട് കാണിക്കുന്നു. അതൊരു പക്ഷേ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള വായനകൾ കാണുന്നതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് ചുറ്റിനും ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പര്യാപ്തത നേടിയവരായിരിക്കാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളും നമുക്ക് നിങ്ങളിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത്രയും പോസിറ്റീവായിട്ടും വളരെ ഒരു സ്ഥിരോത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അത് ഈ വ്യക്തിയെ വളരെയധികം അതിശയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു ഉത്സാഹം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവം, അത് ഈ വ്യക്തിയെ നല്ല രീതിയിൽ അതിശയിപ്പിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്ത തുടർച്ചയായി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർത്തും നമുക്ക് ഒരിക്കലും ഇത് വേണ്ട എന്ന് വെക്കാൻ സാധിക്കില്ല. കാരണം ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വേണ്ട എന്ന് വെക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ അത് തീർത്തും നിങ്ങളെ സ്വന്തമാക്കണം, ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള പണമിടപാടുകൾ നടന്നിരിക്കുന്നതായി കാണിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നോ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ കയ്യിൽ നിന്നോ ഏതൊക്കെ സാഹചര്യങ്ങളിൽ സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ, അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികൾ നടന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും, ഒരുപക്ഷെ അത് ഈ വ്യക്തിക്ക് മുഴുവനുമായി നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യമായിരിക്കില്ല ഇപ്പോൾ ഈ വ്യക്തി ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ തോതിലുള്ള അഭിമാന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആശങ്കകൾ, അതൊക്കെയും ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചില സമയങ്ങളിൽ ഈ വ്യക്തിക്ക് നിങ്ങളായിട്ടുള്ള പ്രണയബന്ധം, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമല്ലോ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ച് നേരെയാക്കി എടുക്കണമല്ലോ എന്നുള്ള ഒരു ഭാരപ്പെടലാണ്, അല്ലെങ്കിൽ
നല്ല രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കോൺവെർസേഷൻ നടത്താനോ താല്പര്യപ്പെടുന്നില്ല. കാരണം സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ വ്യക്തി ഉത്തരം പറയേണ്ടി വരും എന്ന് ഈ വ്യക്തിക്കറിയാം. പക്ഷേ അതെല്ലാം സമാധാനപരമായിട്ട് പറഞ്ഞിരിക്കാനുള്ള ഒരു അവസരം ഈ വ്യക്തിക്ക് ലഭ്യമാവുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും പല മേഖലകളിലും ഈ വ്യക്തിക്ക് ഉയർച്ചകൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ആഗ്രഹിച്ച ജോലിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സംരംഭം തുടങ്ങി വെച്ചിട്ടുണ്ടാകാം. അപ്പം അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളും പണച്ചെലവുകളും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഈ വ്യക്തി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർത്തും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. കാരണം നിങ്ങൾ ഇതുവരെ മറ്റാരെയും സ്വീകരിച്ചിട്ടില്ല, മറ്റാരെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല, ആരുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. നിങ്ങളുടെ എല്ലാ നോട്ടവും ഈ വ്യക്തിയിലേക്ക് തന്നെയാണ്. അതുതന്നെയാണ് ഈ വ്യക്തിക്ക് വേണ്ടതും. അതുതന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസവും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. പക്ഷെ അതിനെ മറികടക്കാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ നല്ല ആർജവും ഉണ്ടാകട്ടെ. നിങ്ങൾക്കും സ്ഥിരോത്സാഹത്തോടു കൂടി അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉത്സാഹത്തോടു കൂടി ഒരേ വൈബ്രേഷനിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വായനയുടെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾക്കായി വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ പുതുതായി നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കയറി ഫോളോ ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല ഡിസ്കൗണ്ടും ചെറിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ എല്ലാം കൂടുതൽ വിശദാംശങ്ങൾക്കായി ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നന്നായി തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.